നമസ്കാരം. 1000 കോഴിക്ക് അരക്കാട. സംഗതി എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ നാട്ടിൽ വളരെ പണ്ടേ പ്രചരിച്ചു വരുന്ന ശുദ്ധമായിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ്. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ? പഴഞ്ചൊല്ലുകൾ പലതും കാലാകാലങ്ങളായിട്ട് ഒരുപാട് കാലങ്ങൾ കൊണ്ട് മനുഷ്യൻ സ്വയം അനുഭവിച്ചറിഞ്ഞ പരമമായിട്ടുള്ള ബോധ്യത്തിലൂടെയാണ് രൂപം കൊണ്ടിരിക്കുന്നത്. നമ്മൾ വായിച്ചും കേട്ടും അറിയുന്നതും സ്പർശിച്ചും കണ്ടും അറിയുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്, അല്ലേ? ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ പരീക്ഷയ്ക്കായിട്ട് പഠിച്ചിരിക്കേണ്ട ഭാഗങ്ങൾ ഏതാണെന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു സിലബസിൽ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഓരോ ഭാഗത്തും എത്ര ചോദ്യങ്ങൾ വീതം അല്ലെങ്കിൽ എത്ര മാർക്കുണ്ടാകും എന്നുകൂടി വളരെ വ്യക്തമായിട്ട് സിലബസിൽ പറഞ്ഞിട്ടുമുണ്ട്. മറ്റു ചില സംസ്ഥാനങ്ങളിലൊക്കെ ഈ രീതി നേരത്തെ ഉണ്ട്. എന്തായാലും ആ രീതി കേരളത്തിലെ PSCയും നടപ്പിലാക്കുകയാണ്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണത്. എന്തായാലും ഈ ഒരു പരിഷ്കാരത്തിലൂടെ PSC ചിലതെല്ലാം ലക്ഷ്യം വെക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ PSC ഒരു സിലബസ് തരികയും ചോദ്യകർത്താക്കൾ അവർക്ക് ആവശ്യമുള്ളതുപോലെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതിന് തടയിടുക എന്നുള്ള ലക്ഷ്യം കൂടി ഈ പരിഷ്കാരത്തിന് മുന്നിലുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാര്യം 100% ഉറപ്പാണ്, ഈ പരീക്ഷ 100% സിലബിക്കായി തന്നെ നടക്കും. ഈ പരീക്ഷയുടെ സിലബസ് വ്യക്തമാക്കി മനസ്സിലാക്കിക്കൊണ്ടും അതിൽ പറഞ്ഞിരിക്കുന്ന മാർക്ക് നിബന്ധനകളുടെ അടിസ്ഥാനത്തിലും ചോദ്യപേപ്പറുകൾ ഉണ്ടാക്കുകയേ ഇനി ചോദ്യകർത്താക്കൾക്ക് തരമുള്ളൂ. അതുകൊണ്ട് സിലബിക്കായിട്ടുള്ള രീതിയിൽ മാത്രം പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല റാങ്ക് വാങ്ങിക്കൊണ്ട്, പഠനഭാരം കുറച്ചുകൊണ്ട് വളരെ നല്ല റാങ്ക് വാങ്ങിക്കൊണ്ട് ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നതിനുള്ള അവസരം കൂടി ഈ സിലബസ് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ആ ഒരു അവസരത്തിൽ വളരെ കാര്യമായിട്ട് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ചെയ്യേണ്ടത് കേവലം സിലബസിനെ വായിച്ചു വിടുന്നതിന് പകരമായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ശരിക്കും തൊട്ടറിയണം, ആ സിലബസ് മനസ്സിലാക്കണം. അതാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഇനി അടിസ്ഥാനപരമായി ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. അപ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ സിലബസിനെ അറിയുന്നുവോ, എത്രത്തോളം ആ സിലബസ് മനസ്സിലാക്കുന്നുവോ, അത്രത്തോളം നിങ്ങളുടെ പഠനഭാരം കുറയും. അതുപോലെ തന്നെ ഉദ്യോഗം കിട്ടാനുള്ള സാധ്യതയും കൂടും. അതുകൊണ്ട് ഇന്ന് PSC പ്രസിദ്ധീകരിച്ച ആ LGS സിലബസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. 1000 മണിക്കൂർ പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടാത്ത ആത്മവിശ്വാസവും ഉത്സാഹവും അരമണിക്കൂറുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് തരുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഇത് അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് സിലബസിലേക്ക് പോകാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ LGS പരീക്ഷയുടെ സിലബസിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ഈ സിലബസിനനുസരിച്ച് പഠിക്കുന്നതിന് നിങ്ങൾക്ക് ഏത് ഉപകരണമാണ് ആവശ്യം, അല്ലെങ്കിൽ ഏത് പ്രസിദ്ധീകരണങ്ങളാണ് ആവശ്യം എന്നുകൂടി നിങ്ങൾ അറിയാനായിട്ടുണ്ട്. അത് മാത്രമല്ല, വേറൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ഈ പരീക്ഷയ്ക്ക് ആയിട്ടുള്ള ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിന് നിങ്ങളുടെ പ്രിയപ്പെട്ട ചോദ്യകർത്താക്കൾ ഏത് പ്രസിദ്ധീകരണങ്ങളൊക്കെ ആയിരിക്കും ആശ്രയിക്കുന്നത് എന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് സിലബസിൻ്റെ കാര്യങ്ങൾ മാത്രമായിട്ട് പറയാം. സിലബസിലോട്ട് പോകുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്, LGS പരീക്ഷയുടെ സിലബസ് ഇങ്ങനെയാണ്. 40 മാർക്കിനാണ് പൊതുവിജ്ഞാനം പറഞ്ഞിട്ടുള്ളത്. പൊതുവിജ്ഞാനത്തിൻ്റെ മാർക്ക് 40ആണ്. അതുപോലെ തന്നെ ജനറൽ സയൻസിൻ്റെ മാർക്ക് 20ആണ്. 40ഉം 20ഉം 60ആയി, അല്ലേ? അതുപോലെ 20 മാർക്ക് കറണ്ട് അഫയേഴ്സ് ആണ്. പിന്നെ ഒരു 20 മാർക്ക് മാത്സും മെൻ്റൽ എബിലിറ്റിയും കൂടെ ചേർന്ന ഭാഗമാണ്. അങ്ങനെ ആകെ മാർക്ക് എത്ര? 100 മാർക്ക്. അപ്പോൾ പൊതുവിജ്ഞാനത്തിൽ എത്ര മാർക്കാണ്? 40 മാർക്കാണ്. ഈ 40 മാർക്ക് 7 ഭാഗങ്ങളിലായിട്ടാണ് തന്നിരിക്കുന്നത്. 7 ഭാഗങ്ങളിലായിട്ട്. അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്, ആ പൊതുവിജ്ഞാന ഭാഗത്തെ 7 ഭാഗങ്ങളിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ. ഇങ്ങനെയാണ് പറയുന്നത്.
ഇപ്പം ഇത് നമ്മളിപ്പോൾ ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇതിലെന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരാൾ എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണമെന്നാണ് കൂടുതലും ആലോചിക്കുന്നത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ആദ്യഘട്ടത്തിൽ സിലബസിൻ്റെ കോറ് ആദ്യം നിങ്ങൾ ഉൾക്കൊള്ളണം. അപ്പോൾ ആ കോറിലോട്ട് ആദ്യം വരണം. പിന്നീട് നമുക്ക് പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വേറൊരു വീഡിയോ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു മാസം കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ചെയ്യാം. അപ്പോൾ ഇതിനു പുറമെ മറ്റു ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ പഠിക്കണം. ആ കാര്യങ്ങൾ കൂടി അതിനകത്ത് ഉൾക്കൊള്ളിക്കാം. ആദ്യം നിങ്ങൾ 1857 വിപ്ലവത്തെക്കുറിച്ച് കാര്യമായിട്ട് മനസ്സിലാക്കുക. ആ ഒരു കാര്യത്തെക്കുറിച്ച് കാര്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിലോട്ട് വരിക. അത് കഴിഞ്ഞതിന് ശേഷം ഗാന്ധി ഇന്ത്യയിൽ വന്നത് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു പോവുക. അപ്പോൾ ആദ്യത്തെ 2 പോയിന്റ് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം 1857 വിപ്ലവം പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഗാന്ധിജി 915 ഇന്ത്യയിൽ തിരിച്ചെത്തിയ ആ കഥ മുതൽ ബാക്കി അങ്ങോട്ട് പഠിച്ച് പോവുക. ഈ പഠിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് സ്വാഭാവികമായിട്ട് പഠിച്ചു പോകുന്ന ഏത് പുസ്തകത്തിലും ആ സംഭവങ്ങൾ കൊടുത്തിരിക്കും. ആ കാര്യങ്ങളാണ് ഇവിടെ ഈ സിലബസിൽ പറയുന്നത്. ഇവിടെ ഒരു പ്രത്യേക കാര്യം പറഞ്ഞിട്ടുള്ളത് സാമൂഹികവും സാംസ്കാരികവുമായ മുന്നേറ്റം. ഈ സാമൂഹികവും സാംസ്കാരികവുമായ മുന്നേറ്റം എന്ന് ഈ സിലബസിൽ പറയുന്ന ഭാഗം ശരിക്കും എന്താണ്? അത് ഇന്ത്യയിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ്. രാജാറാം മോഹൻ റായ് ഉണ്ട്, ദയാനന്ദ സരസ്വതി ഉണ്ട്, ആനി ബെസന്റ് ഉണ്ട്. ഇതുപോലുള്ള സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ച്, ഇന്ത്യൻ നവോത്ഥാനത്തെ കുറിച്ച് പഠിക്കാനാണ് ഈ സാംസ്കാരിക മുന്നേറ്റങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കാര്യം കൂടി എന്ത് ചെയ്യണം? നിങ്ങളവിടെ പഠിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുന്നത് ദേശീയ പ്രസ്ഥാനങ്ങൾ. ഈ ദേശീയ പ്രസ്ഥാനങ്ങളൊക്കെ ഏതിൻ്റെ ഭാഗമായി വന്നുകൊള്ളും? നമ്മളിങ്ങനെ ചരിത്രം 1915 ശേഷം ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ ഒക്കെ ആ ദേശീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നുകൊള്ളും. സ്വാതന്ത്ര്യ സമര സേനാനികളും എല്ലാവരും വന്നുകൊള്ളും. അപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകം പഠിക്കാനായിട്ട് പോകണ്ട. ഇങ്ങനെ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഒരുപാട് പേര് കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് മെസ്സേജ് അയച്ചിരുന്ന ഒരു കാര്യം ഇതാണ്: ഈ ഭരണ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്താണ്? ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഗവൺമെന്റിനെ കുറിച്ചാണോ എന്നൊക്കെയാണ് ചോദിച്ചത്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഭാഗമാണോ എന്നൊക്കെ ചോദിച്ചു. ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഭാഗം എങ്ങനെയാവും? ഇത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ? അപ്പോൾ സ്വാതന്ത്ര്യ സമര സമയത്ത് നമ്മളെ ഭരിക്കുന്നത് ആരാ? ബ്രിട്ടീഷുകാരാണ്. അപ്പം ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രാജ്യത്ത് നടപ്പിലാക്കിയ നിയമങ്ങളും കാര്യങ്ങളും അവരുടെ ഭരണരീതികളുമാണ് ആ ഭാഗത്ത് വരുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും എന്താണ്? 1909 മിൻറ്റോ മോർലി റിഫോംസ്, 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ്, അതുപോലെ തന്നെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, പിന്നെ അവരുടെ ചില നടപടികൾ. ഇപ്പം ജാലിയൻ വാലാബാഗ് സംഭവത്തിന് കാരണമായത് എന്താണ്? റൗലറ്റ് ആക്ട് എന്ന് പറയുന്ന നിയമമാണ്. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ അവിടെ ഇന്ത്യയുടെ ഗവൺമെന്റിനെ കുറിച്ചൊന്നുമല്ല. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ആ ഭാഗത്ത് പറയുന്നത്. അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ 5. ഇനി അത് കഴിഞ്ഞിട്ട് 2 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ഭാഗമാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. 10ാം ക്ലാസ്സിലെ പിള്ളേരുടെ പാഠപുസ്തകത്തിൽ അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതെന്താണ് ആ ഭാഗത്ത് ഉദ്ദേശിക്കുന്നത് എന്നുള്ള അറിയാം. ഈ സിലബസിൽ തന്നിരിക്കുന്ന പല കാര്യങ്ങളും പിള്ളേരുടെ പാഠപുസ്തകവുമായിട്ട് കൂടി ബന്ധമുള്ളതാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാം. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ: യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും. ഇതൊക്കെ പറയുന്ന ഒരു ഭാഗമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. അപ്പോൾ അവിടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് ഭയപ്പെടേണ്ട. അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. 5 ക്ലാസ്സുകൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ 5 ക്ലാസ് കാണുകയാണെങ്കിൽ ആ ഭാഗത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. ഏതാണ്ട് ഒരു ഐഡിയ അതിനകത്ത് കിട്ടും. അതിന് പുറമേ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അടുത്ത വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയാം. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ആസ്ഥ അക്കാഡമി ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് 5 ക്ലാസ്സും കാണാനായിട്ട് പറ്റും. അല്ലെങ്കിൽ പ്ലേ ലിസ്റ്റ് നോക്കിയാലും മതി. LGS എക്സാം 2021 പ്ലേ ലിസ്റ്റ്, ആസ്ഥ അക്കാഡമിയുടെ പ്ലേ ലിസ്റ്റ് നോക്ക്. അതിനകത്ത് ആ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ 5 ക്ലാസ്സുകളും കാണും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ ഭാഗം ഉപയോഗപ്പെടുത്താം. നിങ്ങൾക്ക് അവിടെ മാർക്ക് പോകത്തില്ല.
ഇനി അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഭാഗം ഭരണഘടനയുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഒരു പൗരൻ്റെ മൗലിക അവകാശവും കടമകളും അല്ല. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളാണ്, അല്ലെങ്കിൽ അടിസ്ഥാന വസ്തുതകളാണ്. അപ്പോൾ അവിടെ എവിടെ നിന്ന് നിങ്ങൾ പഠിക്കാൻ തുടങ്ങണം എന്ന് ചോദിച്ചാൽ ആദ്യം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോർമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കണം. അതായത് ഭരണഘടനാ നിർമ്മാണ സമിതി. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ സമിതിയെക്കുറിച്ച് ആദ്യം പഠിക്കുക. എങ്ങനെയാണ് ഭരണഘടന രൂപപ്പെടുന്നത്, ആരൊക്കെയാണ് അതിനകത്ത് പങ്കെടുത്തത്, എന്നാണ് അത് രൂപപ്പെട്ടത്, അതാദ്യം പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ കുറേ ഉണ്ട് അല്ലേ? ആ ആശയങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ കടം കൊണ്ടത്, ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് കടം കൊണ്ടു, അത് പഠിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭരണഘടനയിൽ എത്ര വകുപ്പുണ്ട്, എത്ര ഷെഡ്യൂളുണ്ട്, അതുപോലെ എത്ര പാർട്ടുണ്ട് എന്നുള്ള സംഗതികൾ ആ ഭാഗത്ത് പഠിക്കണം. ഇനി അത് കഴിഞ്ഞാൽ എന്താണ് പഠിക്കേണ്ടത്? ആമുഖം, ഭരണഘടനയുടെ ആമുഖം. ഉറപ്പായും ഒരു ചോദ്യം അവിടെ നിന്നാണ്. ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് പഠിക്കണം. ഇത്രയും പഠിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ മൗലിക അവകാശങ്ങളെക്കുറിച്ചും റിട്ടുകളെക്കുറിച്ചും മൗലിക കടമകളെക്കുറിച്ചും പഠിക്കേണ്ടത്. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പഠിക്കണം എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ റിട്ടുകൾ എന്ന് പറയുന്ന ഒരു സാധനം കൂടെ വരും. അത് പ്രത്യേകമല്ല, മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. റിട്ടുകൾ പഠിക്കണം. അതോടൊപ്പം തന്നെ എന്ത് പഠിക്കണം? മൗലിക കടമകൾ കൂടി പഠിക്കണം. മൗലിക കടമകൾ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പഠിക്കാനായിട്ട് പറഞ്ഞിരിക്കണേ. എന്നിട്ട് ഇവിടെ നിർത്താൻ പാടില്ല. ഇനി എന്താണ് നിങ്ങൾ അവിടെ അടിസ്ഥാനപരമായിട്ട് പഠിക്കേണ്ടത്? തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ചില ഭരണഘടനാ വകുപ്പുകൾ പഠിക്കണം അല്ലെ? വളരെ പ്രധാനപ്പെട്ട ചില ഭരണഘടനാ വകുപ്പുകൾ പഠിക്കണം. അപ്പോൾ ആർട്ടിക്കിൾ 44 പഠിക്കണ്ടേ? യൂണിഫോം സിവിൽ കോഡ് പഠിക്കണ്ടേ? ആർട്ടിക്കിൾ 76 പഠിക്കണ്ടേ? അറ്റോർണി ജനറൽ പഠിക്കണ്ടേ? ആർട്ടിക്കിൾ 148 പഠിക്കണ്ടേ? CAG പഠിക്കണം. 324 ഇലക്ഷൻ കമ്മീഷൻ പഠിക്കണ്ടേ? 326 നമ്മുടെ വോട്ടധികാരം പഠിക്കണ്ടേ? അതുപോലെ 356 വകുപ്പ് പഠിക്കണ്ടേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, കുറച്ച് പ്രധാനപ്പെട്ട വകുപ്പുകൾ സെലക്ട് ചെയ്ത് പഠിക്കുക. ഒരുപാട് പഠിക്കേണ്ട, ആവശ്യമുള്ളത് കുറേ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നത് മാത്രം നിങ്ങൾ അവിടെ പഠിക്കുക. അപ്പൊ ആ വകുപ്പുകൾ പഠിക്കണം. കഴിഞ്ഞില്ല, ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ നോക്കി വെക്കണം. അതെന്താണ്? ഭരണഘടനാ ഭേദഗതികൾ പറയുമ്പോൾ LD ക്ലർക്ക് പരീക്ഷയുടെ സിലബസിൽ ഭരണഘടനാ ഭേദഗതികൾ പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ഇന്ന ഭേദഗതികൾ പഠിക്കാനാണ്. ഏതൊക്കെ ഭേദഗതികളാണ്? 42ാമത്തെ ഭേദഗതി പഠിക്കാനായിട്ട് പറയണം, 44ാമത്തെ ഭേദഗതി പഠിക്കാനായിട്ട് പറയണം, 52ാമത്തെ ഭേദഗതി പഠിക്കാനായിട്ട് പറയണം. അതുപോലെ തന്നെ 73ാമത്തെ ഭേദഗതി, 74ാമത്തെ ഭേദഗതി, 86ാമത്തെ ഭേദഗതി, 91ാമത്തെ ഭേദഗതി. ഇത്രയും കാര്യങ്ങൾ അവിടെ പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഭേദഗതികൾ നിങ്ങളും എന്തായാലും എന്ത് ചെയ്യണം? പഠിച്ചേ പറ്റൂ. അത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 4ാമത്തെ ഭാഗം, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ. 5 മാർക്കാണ് ആ ഭാഗത്തുള്ളത്. അപ്പോൾ അവിടെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ 5ആയിട്ടാണ് പ്രധാനമായിട്ടും തരംതിരിച്ചിരിക്കുന്നത്. ഉത്തരപർവ്വത മേഖല, അതുപോലെ തന്നെ ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, അങ്ങനെ 5ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. അത്രയും കാര്യങ്ങളാണ് അവിടെ പഠിക്കേണ്ടത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഉത്തരപർവ്വത മേഖലയൊക്കെ പഠിക്കുമ്പോൾ ഇന്ത്യയിലെ നദികളെ കുറിച്ച് കൂടി പഠിക്കും. അതുപോലെ നദികളെ കുറിച്ച് പഠിക്കും, പീഠഭൂമികളെ കുറിച്ച് പഠിക്കും, പർവ്വതങ്ങളെ കുറിച്ച് പഠിക്കും. അതാണ് ആ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പൊതുവായ അറിവ്. അത് നിങ്ങൾക്ക് അവിടെ വേണം. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ അതിർത്തികൾ. ഇത് നമ്മൾ പ്രിലിമിനറി പരീക്ഷയുടെ സിലബസിലും ഇതുണ്ടായിരുന്നു. അതിർത്തികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്, അയൽ രാജ്യങ്ങൾ നമ്മളുമായിട്ടുള്ള ബന്ധം ഏതൊക്കെയാണ്, ഏതൊക്കെ രേഖകളാണ് നമ്മളും അയൽ രാജ്യങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്നത്, ആ പറഞ്ഞ കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് സവിശേഷതകളൊക്കെ പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. പാകിസ്ഥാന്റെ ദേശീയ പുഷ്പം ഏതാണ്, അതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചാൽ ആ
ഭാഗത്ത് നല്ലതായിരിക്കും, ഒരു അഡ്വാൻറ്റേജ് കിട്ടും. അതുമൊക്കെ അതിനകത്ത് ഉൾക്കൊള്ളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് എത്ര മാർക്കാണുള്ളത്? 5 മാർക്കാണ് ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊന്ന് വരുന്നത് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രമാണ്. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം അവിടെ ശ്രദ്ധിച്ച് പഠിക്കണം. അവിടെ 10 മാർക്കാണുള്ളത് കേരള ഭൂമിശാസ്ത്രം. അപ്പം കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം നമുക്ക് എങ്ങനെ തുടങ്ങാം? ഇതുപോലെ തന്നെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ ആണല്ലോ. അപ്പം അതിൽ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന് ഇങ്ങനെ കേരളത്തെ തിരിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ തിരിച്ചിട്ടുണ്ട് അല്ലേ? ആ ഭൂപ്രകൃതിയിൽ അനുസരിച്ച് പലതരം മണ്ണും സസ്യജാലങ്ങളും ഒക്കെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ തീരപ്രദേശം എന്താണ്? തീരപ്രദേശം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മലനാടെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇടനാടെന്ന് ഉദ്ദേശിക്കുന്നത് ഏതാണ്? ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് മലനാടാണോ ഇടനാടാണോ? ഏറ്റവും കുറവ് തീരപ്രദേശമാണോ? ഏതാണ്? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ഭാഗത്ത് വരുന്നത്. ഭൂമിശാസ്ത്രം തീർച്ചയായിട്ടും നദികളും കായലുകളും ആ ഭാഗത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ചോദ്യകർത്താക്കൾക്ക് ഒരു പ്രത്യേക ഇഷ്ടവും കൂടിയുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ തന്നെ വൈദ്യുത പദ്ധതികൾ, നദികളും കായലുകളും ഒക്കെ നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് പഠിക്കാവുന്നതാണ് വൈദ്യുത പദ്ധതികൾ. അതുപോലെ തന്നെ വന്യജീവി സങ്കേതങ്ങൾ, വന്യജീവി സങ്കേതങ്ങളും അതുപോലെ തന്നെ ദേശീയ പാർക്കുകളും അത് നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയ പാർക്കുകളാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ മത്സ്യബന്ധനം, കായിക രംഗം, മത്സ്യബന്ധനം, കായിക രംഗം. മത്സ്യബന്ധനം എന്ന് പറയുന്ന ഭാഗം നിങ്ങളുടെ പ്രിലിമിനറി പരീക്ഷയ്ക്കും സിലബസിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയാമായിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ കായിക രംഗം, അതും സിലബസിൽ ഉണ്ടായിരുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള അറിവ് അല്ലേ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ പഞ്ചായത്ത്, നമ്മുടെ മുനിസിപ്പാലിറ്റി, നമ്മുടെ കോർപ്പറേഷൻ, അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, അതിൻ്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ എങ്ങനെയാണ്, അതിനൊക്കെ ഇത്രയും അധികാരം എങ്ങനെയാണ് കിട്ടിയത്. അപ്പം നമ്മുടെ പഞ്ചായത്ത് രാജ് നിയമവും മുനിസിപ്പൽ നിയമവും ഒക്കെ അതിനകത്ത് വരും അല്ലെ? എത്ര മുനിസിപ്പാലിറ്റി ഉണ്ട്, എത്ര പഞ്ചായത്തുകളുണ്ട്, നമ്മുടെ പഞ്ചായത്ത് വകുപ്പിന്റെ മന്ത്രി ആരാണ്, ഇന്ന് പഞ്ചായത്ത് വകുപ്പിന്റെ മന്ത്രി ആരാണ്, പഞ്ചായത്ത് രാജ് നിയമം നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ്, അതുപോലെ തന്നെ ഏറ്റവും വലിയ പഞ്ചായത്ത് ഏതാണ്, ഏറ്റവും ചെറിയ പഞ്ചായത്ത് ഏതാണ്, ഇങ്ങനെയുള്ള കുറേ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ആ ഭാഗത്ത് ചോദിക്കാനുള്ളത്. അപ്പൊ അത്രയുമാണ് ഏത് 10 മാർക്കിന്റെ 5ാമത്തെ ഭാഗം. 10 മാർക്കിന്റെ 5ാമത്തെ ഭാഗം. അപ്പം കൂട്ടുകാർക്കൊരു ഐഡിയ ആ ഭാഗത്ത് കിട്ടിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് 6, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായകന്മാർ. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? കേരളവുമായി ബന്ധപ്പെട്ടതാണ്. കേരളം എന്ന് പറയുന്നത് എപ്പോഴാണ്? 1956 കേരളം ഉണ്ടായത്. അതിനു മുമ്പ് കേരളം എന്ന് പറഞ്ഞൊരു സംസ്ഥാനമില്ല അല്ലെ? തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3ആയിട്ട് കിടന്ന ആ പ്രദേശങ്ങളെല്ലാം കൂടി ഒന്നിച്ച് ചേർത്താണ് എന്താക്കിയത്? കേരളമാക്കി നമ്മൾ പിന്നീട് മാറ്റിയത്. അപ്പം കേരളത്തിൻ്റെ ദേശീയ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ, കേരളവുമായി ബന്ധപ്പെട്ട ദേശീയ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ അത് തിരുവിതാംകൂറിൽ നടന്നത്, കൊച്ചിയിൽ നടന്നത്, മലബാറിൽ നടന്നത്, ഇതെല്ലാം കൂടെ കളക്റ്റീവായിട്ട് പറയുമ്പോഴാണ് കേരളത്തിൻ്റെ ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗത്തോട്ട് എത്തുന്നത്. അപ്പോൾ ആ ഭാഗമാണ് അവിടെ പഠിക്കാനായിട്ട് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു തുടക്കം എപ്പോഴും നല്ലത് യൂറോപ്യന്മാരുടെ ആഗമനം, അതായത് വാസ്കോ ഡി ഗാമ വന്ന ആ കാലം മുതൽ അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ, അത് കഴിഞ്ഞിട്ട് കേരളം ഉണ്ടാകുന്നത് വരെയുള്ള കാര്യങ്ങൾ പഠിച്ചു പോകുന്നതായിരിക്കും അവിടെ നല്ലത്. ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ അടുത്ത ഭാഗമുണ്ട് നവോത്ഥാന നായകന്മാർ. ആ നവോത്ഥാന നായകന്മാർ പലരും ഈ കാര്യങ്ങൾ പഠിച്ചു പോകുമ്പോൾ അതിനകത്ത് വന്നിട്ടുണ്ടാവും. ഒരു കാര്യം മനസ്സിലാക്കണം, പണ്ടൊക്കെ നവോത്ഥാന നായകന്മാർ, നവോത്ഥാനം എന്നുള്ള ഭാഗത്തുനിന്ന് ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാവുമായിരുന്നു. ഇപ്പം അതിനുള്ള സാഹചര്യം കുറഞ്ഞു വരികയാണ്. ഇപ്പം അത് ആ ട്രെൻഡിങ്ങിൽ നിന്ന് മാറി വരികയാണ്. അപ്പം നവോത്ഥാന നായകരെ കുറിച്ച് സ്ട്രൈറ്റ് ആയിട്ട് 5 ചോദ്യം ഒരു കാരണവശാലും ഇവിടെ ചോദിക്കില്ല. പണ്ട് 10 മാർക്കിന് തന്നെ നവോത്ഥാനം, കേരളത്തിൻ്റെ കാര്യം പറയുമ്പോൾ 5 മാർക്കിന് നവോത്ഥാനം ചോദിക്കുമായിരുന്നു. ഇപ്പം ആകെ 5 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തൊരു വലിയ ഭാഗം ചേർത്തിട്ടുള്ളതുകൊണ്ട് നവോത്ഥാന നായകന്മാരെ കുറിച്ചുള്ള ചോദ്യങ്ങളുടെ എണ്ണം 1ഓ 2ഓ ആയിട്ട് ചുരുങ്ങിയേക്കാം. അപ്പം നവോത്ഥാനത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കരുത്, പ്രധാനപ്പെട്ടതാണ്. എന്നാൽ പോലും ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ മുന്നേറ്റങ്ങൾ പഠിക്കുന്ന ഭാഗത്ത് തന്നെ ഒരുപാട് നവോത്ഥാന നായകരെ നിങ്ങൾക്ക്
പഠിക്കാൻ ഉള്ള ഒരു അവസരം കിട്ടും. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, നവോത്ഥാന നായകർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു പുല്ലിംഗ സ്വഭാവമാണുള്ളത്, അല്ലെ, പുല്ലിംഗ ശബ്ദമാണുള്ളത്. സ്ത്രീകളുടെ കാര്യം അവിടെ പറയുന്നില്ല. പക്ഷേ നവോത്ഥാന നായകരെ ചോദിക്കുന്നതിനേക്കാളും നവോത്ഥാന നായികമാരെ കുറിച്ച് ചോദിക്കാനാണ് PSC കൂടുതൽ താല്പര്യപ്പെടുന്നു എന്നുള്ളത് നമുക്ക് ഈ അടുത്ത കാലത്ത് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതിന് കാരണം എന്താണ്? അതിന് കാരണം ഒരു പുസ്തകമാണ്, അപ്ഡേറ്റ് ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ്. ആ പുസ്തകമാണ് പലപ്പോഴും ഈ ചോദ്യകർത്താക്കൾ ആയുധമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പുസ്തകത്തെക്കുറിച്ച് വേറൊരു ക്ലാസ്സിൽ ഞാൻ കൃത്യമായിട്ട് പറയാം. അതിന് ഒരുപാട് പറയേണ്ടി വരും. അത് വേറൊരു ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ 6ാമത്തെ ഭാഗം അതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 7ാമത്തെ ഭാഗം, പൊതുവിജ്ഞാനത്തിലെ 7ാമത്തെ ഭാഗം 5 മാർക്കിനാണ് ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഒന്ന് ശാസ്ത്ര സാങ്കേതിക മേഖല. ഇവിടെ ഈ 7ാമത്തെ കാര്യം പറയുമ്പോൾ കൂട്ടുകാർ ഒരു കാര്യം ശ്രദ്ധിക്കണം. ബാക്കി ഭാഗങ്ങളിലെല്ലാം എന്ത് പറഞ്ഞിട്ടുണ്ട്? അത് ഇന്ത്യയിലെ, കേരളത്തിലെ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഈ ഭാഗത്ത് അങ്ങനെ പറഞ്ഞോ? ഇല്ല. ഇവിടെ പൊതുവായിട്ടാണ് പറയുന്നത്. ഇപ്പം അവിടെ ശാസ്ത്ര സാങ്കേതിക മേഖല, ഈ ശാസ്ത്ര സാങ്കേതിക മേഖല എന്ന് പറയുമ്പോൾ അത് ഏത് കാര്യവുമായി ബന്ധപ്പെട്ടതായിരിക്കും? അത് ഇന്ത്യയുടെ പൊതുവായിട്ടുള്ള കാര്യത്തിൽ വരുന്നതാണ്. ശാസ്ത്രം സാങ്കേതിക കാര്യങ്ങളെല്ലാം ഇന്ത്യ ഗവൺമെൻറ് കീഴിൽ വരുന്ന കാര്യങ്ങളാണ്, അല്ലേ? അപ്പോൾ അവിടെയാണ് ആണവ ഗവേഷണം വരുന്നത്, അവിടെയാണ് ബഹിരാകാശ ഗവേഷണം വരുന്നത്, അല്ലേ? ഇത് രണ്ടും മാത്രമാണോ ശാസ്ത്രം? അല്ല. IT ഒക്കെ ഏതിനകത്ത് വരുന്നതാണ്? ശാസ്ത്രത്തിനകത്ത് വരുന്നതാണ്. IT യുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടർ പഠിക്കാനല്ല പറഞ്ഞത്. IT യുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വേറെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്, അല്ലേ? സോഷ്യൽ മീഡിയകളെല്ലാം ആ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വാർത്താ വിതരണം, ഇതെല്ലാം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്? ശാസ്ത്ര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, സാർ വാർത്താ വിതരണം പഠിക്കണമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പഠിക്കണമെന്ന് പറയും. സാർ സിലബസിൽ പറഞ്ഞിട്ടില്ല, ശാസ്ത്ര സാങ്കേതികം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അതിൻ്റെ ഭാഗമായി തന്നെ ഉൾക്കൊള്ളുന്നതാണ് ഏതും വാർത്താ വിതരണമൊക്കെ. ഇതൊന്നും കേട്ട് പേടിക്കണ്ട. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പഠിക്കാനുള്ള കാര്യങ്ങൾ നോട്ട്സ് ആയിട്ട് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് തരാം. ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തരാം. നിങ്ങൾ ടെലഗ്രാം ചാനലിൽ അംഗമായിട്ടില്ലെങ്കിൽ ടെലഗ്രാം ചാനലിൽ അംഗമാകണം. അതിന് ആസ്ഥ അക്കാഡമി എന്ന് ടൈപ്പ് ചെയ്യുക. ടെലഗ്രാമിൽ ആസ്ഥ അക്കാഡമി എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റും. ടൈപ്പ് ചെയ്യുമ്പോൾ 2 A ഉണ്ട്. ആസ്ഥ എന്ന് പറഞ്ഞാൽ 2 ASTHA, അതാണ് ആസ്ഥ. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് കലാ സാംസ്കാരിക മേഖല. കലാ സാംസ്കാരിക മേഖല എന്ന് പറയുമ്പം കൂടുതലും അത് കേരളവുമായി ബന്ധപ്പെട്ടതായിരിക്കും. കലാ സാംസ്കാരിക മേഖല എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ PSC പരീക്ഷാ സിലബസിലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ കലാ സാംസ്കാരിക മേഖല എന്ന് പറയുമ്പോൾ അതിന് കൂടുതൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് കേരളവുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരിക്കണം. ശാസ്ത്ര സാങ്കേതിക വിദ്യ പറയുമ്പോൾ ഇന്ത്യയുടെ കാര്യത്തിലോട്ട് പോകും. അതേസമയം കലാ സാംസ്കാരിക മേഖല എന്ന് പറയുമ്പോൾ അത് കേരളത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. നിങ്ങൾ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ എഴുതുന്നവർ കേരളത്തിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കണം, അല്ലേ? കേരളത്തിലെ കലകളെ കുറിച്ച് പഠിക്കണം. കേരളത്തിലെ കലകളെക്കുറിച്ച്, അല്ലേ? നമുക്ക് പാവകളിയുണ്ട്, നമുക്ക് കഥകളിയുണ്ട്, നമുക്ക് തെയ്യമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ചവിട്ട് നാടകമുണ്ട്. കേരളവുമായി ബന്ധപ്പെട്ട കലകൾ, ആ കലകളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ. ഇപ്പൊ കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതെന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അത് കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെ? ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പൊ പടയണി ഏത് ജില്ലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഞാനിരിക്കുന്ന പത്തനംതിട്ട എന്ന് പറയുന്ന ജില്ലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഓരോന്നിനും ഓരോ തരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. കല, അതുപോലെ തന്നെ സംസ്കാരം. ഇപ്പൊ സംസ്കാരത്തിന്റെ കാര്യം പറയുമ്പോഴേ കൂടുതലും പൈതൃക കെട്ടിടങ്ങളും മ്യൂസിയങ്ങളും ഒക്കെയാണ് ആ സാംസ്കാരികം എന്ന് പറയുന്ന ഭാഗത്ത് ചോദിക്കുന്നത്. ഇപ്പോൾ കനകക്കുന്ന് കൊട്ടാരം ഏത് ജില്ലയിലാണ്, ബോൾഗാട്ടി കൊട്ടാരം ഏത് ജില്ലയിലാണ് എന്നൊക്കെ ചോദിക്കുന്നത് ആ സാംസ്കാരിക കേരളത്തിന്റെ ഭാഗമായിട്ട് ചോദിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഭാഗത്ത് നിന്ന് ഇന്ത്യയുടെ കാര്യം ചോദിക്കാനും ചോദ്യകർത്താവിന് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതിനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ കേരളത്തെ ബേസ് ചെയ്ത് ഈ കാര്യം ആദ്യം പഠിക്കുക. ഇനി രാഷ്ട്രീയ സാഹിത്യ മേഖല. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ LDC പരീക്ഷയിൽ ഒരു സിലബസ് കൊടുത്തിട്ടുണ്ട്. 1956 ശേഷമുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള കേരളത്തിലെ സംഭവ വികാസങ്ങൾ. നിങ്ങൾക്ക് അങ്ങനെ സിലബസിന്റെ ഭാഗത്ത് വച്ചില്ല, പകരം ഒരു വാക്കിൽ അതങ്ങ് ഒതുക്കി. അപ്പൊ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ 1956
1956 ശേഷം കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പൊ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പൊളിറ്റിക്സ്, പാർട്ടി പൊളിറ്റിക്സ് മാത്രമല്ല. ഇപ്പോൾ കർഷക സമരം നടക്കുന്നു, ഒരു രാഷ്ട്രീയ കാര്യമാണ്. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട കാര്യം ഒരു രാഷ്ട്രീയ കാര്യമാണ്. അതുപോലെ തന്നെ പൗരത്വ വിവാദം, പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യം രാഷ്ട്രീയ കാര്യങ്ങളാണ്. ഇതും രാഷ്ട്രീയത്തിൽ വരുന്ന കാര്യങ്ങളാണ്. എന്നാലും നമ്മുടെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. അതായത് കേരളത്തിലെ രാഷ്ട്രീയ കാര്യം പറയുമ്പോൾ കേരളത്തിൽ വന്ന ഗവൺമെൻറ്റുകൾ, ആ ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കിയ പോളിസികൾ, അതിൽ പ്രധാനപ്പെട്ട ആൾക്കാർ. ഈ അടുത്ത കാലത്ത് KR ഗൗരിയമ്മ മരിച്ചു, ഈ അടുത്ത കാലത്ത് KM മാണി മരിച്ചു അല്ലെ. ഇവരൊക്കെ ഈ അടുത്ത കാലത്ത് മരിച്ചവരാണ്. ഇവർക്കൊക്കെ പലതരത്തിലുള്ള പ്രത്യേകതകളും കേരള രാഷ്ട്രീയത്തിലുണ്ട് അല്ലെ. ഇവർ രണ്ടുപേരും കേരള രാഷ്ട്രീയത്തിൽ അല്ലെ വളരെയധികം പ്രാധാന്യമുള്ള വ്യക്തികളാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. ഈ അടുത്ത കാലത്ത് തെരഞ്ഞെടുപ്പും ഒക്കെ നടന്നതാണ്. അപ്പോൾ ഇവരൊക്കെയാണ് ഇതിനകത്ത് വരാൻ സാധ്യത. ഇനി അത് കഴിഞ്ഞിട്ട് സാഹിത്യ മേഖല. സാഹിത്യ മേഖല നിങ്ങൾക്കറിയാം, കേരളവുമായി ബന്ധപ്പെട്ട് മലയാളവുമായി ബന്ധപ്പെട്ട സാഹിത്യകൃതികൾ എഴുത്തുകാർ. ആ ഭാഗത്ത് കൂടുതലും ചോദ്യരീതി എന്താണ്? അപരനാമങ്ങൾ, തൂലികാനാമങ്ങൾ, അവരുടെ പ്രസിദ്ധമായിട്ടുള്ള കൃതികൾ. ആ പ്രസിദ്ധമായ കൃതികളിലെ ആരാണ് കഥാനായകന്മാർ, നായികമാർ, അതൊക്കെയാണ്. അല്ലെങ്കിൽ ആ കഥകളിലെ, ആ കൃതികളിലെ പശ്ചാത്തലം, അതൊക്കെയാണ് അല്ലെ. ഇപ്പൊ ചെമ്മീൻ എന്ന് പറയുന്നത് നമ്മുടെ ആലപ്പുഴയിലെ പുറക്കാട് തുറമുഖവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്താണ് എന്ത് വികസിക്കുന്നത്? ചെമ്മീൻ എന്ന് പറയുന്ന കഥ വികസിക്കുന്നത്. അപ്പൊ അതിന്റെ പശ്ചാത്തലം അതാണ് അല്ലെ. മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന ചരിത്ര നോവലിന്റെ ഇതിവൃത്തം എന്താണ്? തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന യുവരാജാവ്, അദ്ദേഹം രാജാവാകുന്നതും അദ്ദേഹത്തിന്റെ കാര്യമൊക്കെയാണ് ഏതിനകത്ത് വരുന്നത്? മാർത്താണ്ഡവർമ്മ. അപ്പൊ അതാണ് അതിന്റെ പശ്ചാത്തലം. അപ്പോൾ പ്രധാനപ്പെട്ട സാഹിത്യ കൃതികളുടെ പശ്ചാത്തലം എഴുതിയത് ഒക്കെയാണ് നിങ്ങൾ ആ ഭാഗത്ത് പഠിക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ കൊടുത്തേക്കുന്നു കായിക മേഖല. കേരളത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ കായികം കൊടുത്തല്ലോ, അത് കേരളത്തിന്റെ മാത്രം കാര്യം പറഞ്ഞതാണ്. ഇവിടെ കായിക മേഖല കൊടുത്ത എന്താണ്? ഈ കായിക മേഖല കേരളത്തിനെ അല്ല, ഇന്ത്യയുടെ കായിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കായിക താരങ്ങൾ ആരൊക്കെയാണ്? ഏത് മേഖലയിലാണ് അവർ പ്രശസ്തർ? ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തെങ്കിലും തരത്തിലുള്ള റെക്കോർഡ് അവർക്കുണ്ടോ? ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് സ്വർണം വാങ്ങിച്ചത് ആരാണ് അല്ലെ? ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് സ്വർണം കിട്ടിയത് ഏതിനാണ്? വെള്ളി കിട്ടിയത് ഏതിനാണ് അല്ലെ? കർണം മല്ലേശ്വരി ആരാ? ഇതൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഭാഗത്ത് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയുമാണ് 40 മാർക്കിന്റെ ആ ഭാഗം. കൂട്ടുകാർക്ക് അത് വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അത് കഴിഞ്ഞ് വരുന്നത് ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്. ഇതാണ് ഈ പരീക്ഷയുടെ റാങ്ക് നിശ്ചയിക്കുന്ന ഭാഗം. ഇതായിരിക്കും ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്. 20 മാർക്ക് എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്കായിട്ട് മാറാൻ പോകുന്നു. അവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്തൊക്കെയായിരിക്കും ഈ ആനുകാലിക വിഷയങ്ങളിൽ നിങ്ങളടുത്ത് ചോദിക്കാൻ സാധ്യത അല്ലെ? അതിലൊരു ചോദ്യം ഞാൻ ഉറപ്പിച്ച് പറയാം. ഒരു ചോദ്യം, ഇനി ബാക്കി 19 ചോദ്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കേരളത്തിലെ മന്ത്രിസഭ ആകെ എത്ര മന്ത്രിമാരുണ്ട്? അതിലെ കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? അതിനകത്ത് ആഭ്യന്തര വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? അതിനകത്ത് പഞ്ചായത്ത് വകുപ്പിന്റെ മന്ത്രി ആരാണ്? അതൊരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ട് അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ട് ശൈലജ ടീച്ചറിനെ നമുക്ക് മറക്കാൻ പറ്റൂല. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത് ആർക്കാണ്? കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് നമ്മുടെ ഉറക്കം കെടുത്തിയ 2 കാര്യങ്ങളുണ്ട്, ടൗട്ടയും യാസും അല്ലെ. ടൗട്ടെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമാണോ അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമാണോ? യാസ് ബംഗാൾ ഉൾക്കടലിലാണോ അറബിക്കടലിലാണോ രൂപം കൊണ്ടത് അല്ലെ? യാസിനെ പേരിട്ടത് ഒമാനാണോ മ്യാൻമർ ആണോ? ടൗട്ടേക്ക് പേരിട്ടത് ഒമാനാണോ മ്യാൻമർ ആണോ? ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇത് 3-4 ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ആയി. ബാക്കി ഇനി 15 ചോദ്യങ്ങൾ നോക്കിയാൽ മതി. ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ കിട്ടും അല്ലെ. ഇവിടെ ഈ അടുത്ത കാലത്ത് ഹിസ്റ്ററി ലിബറേറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ഹിസ്റ്ററി ലിബറേറ്റഡ് ശ്രീ ചിത്ര തിരുനാളുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ്. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് എഴുതിയ ഒരു പുസ്തകമാണ്. അതുമൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇങ്ങനെ നമുക്ക് എണ്ണി പിടിച്ച് കറണ്ട് അഫയേഴ്സിലെ കുറേ ചോദ്യങ്ങൾ എടുക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 10ഓളം ചോദ്യങ്ങൾ നമ്മൾ പഠിക്കണം. ഒരുപാട് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, സെർച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ഏത് പുസ്തകമായിരിക്കും നല്ലത്? അതിന് ചോദ്യകർത്താക്കൾ ഏതിനെയായിരിക്കും ആശ്രയിക്കുന്നത്? അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ വ്യക്തമായിട്ട് പറയാം. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്. ഇനിയുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം, സയൻസിൻ്റെ ഭാഗമാണ്. സയൻസിൻ്റെ ഭാഗത്ത് 20 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 20 മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കുക. അവിടെ ജീവശാസ്ത്ര ഭാഗത്തെ ചോദ്യങ്ങളുടെ എണ്ണം 15 ആണ്.
ജീവശാസ്ത്ര ഭാഗത്ത് 5 അല്ല 15. ജീവശാസ്ത്രം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന എന്താണ്? മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, അതുപോലെ പരിസ്ഥിതി അന്ന് പറയുമ്പോൾ ഇത് ഇത്രയും ജീവശാസ്ത്രമാണ് എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുന്നില്ല. ഇപ്പുറത്ത് വേറൊരു ഭാഗത്ത് പൊതുജന ആരോഗ്യം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. നിങ്ങൾ പേടിക്കണ്ട, അതും ജീവശാസ്ത്രമാണ്. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും പണ്ട് നമ്മൾ ജീവശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് പഠിക്കുന്നതാണ്. അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. ജീവിതശൈലി രോഗങ്ങൾ, ഇപ്പൊ എല്ലാവർക്കും അമിതവണ്ണമാണ്, ഇപ്പൊ എല്ലാവർക്കും ഒരുപാട് കൊളസ്ട്രോൾ ആണ്, ഇപ്പൊ എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള BP ആണ്. ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത് എന്താണ്? ജങ്ക് ഫുഡ് സംസ്കാരവും നമ്മുടെ ഈ ജീവിത രീതികളുമാണ്. അപ്പൊ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഒരുപാട് പദ്ധതികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് അമൃതം ആരോഗ്യം പദ്ധതി. അതൊക്കെ ആയിരിക്കും ആ ഭാഗത്ത് വരുന്ന ചോദ്യം. അമൃത ആരോഗ്യം പദ്ധതി കേരളത്തിൽ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇരുന്ന് സംസാരിക്കുന്ന പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പൊ അതൊക്കെയാണ് ആ ഭാഗത്ത് വരുന്നത്. അപ്പം ജീവശാസ്ത്ര ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളുടെ എണ്ണം എത്ര? 15. അപ്പം ജീവശാസ്ത്രത്തിനും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിനും നിങ്ങൾ എന്തുമാത്രം പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. ജീവശാസ്ത്രത്തിനും കറണ്ട് അഫയേഴ്സിനും എന്തുമാത്രം പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. ആ ഭാഗത്തു നിന്ന് മാത്രം 35 മാർക്കാണ്. ആ ഭാഗത്തു നിന്ന് മാത്രം 35 മാർക്കാണ്. ഇനി ഒരു 5 മാർക്ക്. സയൻസ് മൊത്തം 20 മാർക്കാണ്. അപ്പം 15 മാർക്കും ബയോളജിയുമായിട്ട് റിലേറ്റഡ് ആണ്. ഇനി ഒരു 5 മാർക്ക്. ഈ 5 മാർക്കാണ് ഫിസിക്സും കെമിസ്ട്രിയും. ഏതാണ്? ഫിസിക്സും കെമിസ്ട്രിയും. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ഭാഗത്ത് ഇവിടെ തന്നിരിക്കുന്ന സിലബസിന്റെ കാര്യങ്ങൾ പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ്. ഇത് 5 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലെ പുസ്തകത്തിനെ ആസ്പദമാക്കിയിട്ടുള്ളതല്ല. ഇതിന്റെ യോഗ്യത 7ാം ക്ലാസ് ആണെങ്കിൽ പോലും ഇതിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ, സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പിള്ളേരുടെ പുസ്തകത്തിൽ വരുന്നത്, പിള്ളേരുടെ പുസ്തകമാണ് ഇതിന്റെ മാനദണ്ഡം. പിള്ളേരുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ SCERT പുസ്തകങ്ങളാണ് ഈ ഭാഗം പഠിക്കാൻ നിങ്ങൾ മാനദണ്ഡമാക്കേണ്ടത്. അത് 8, 9, 10 ക്ലാസ്സുകളിലെ പുസ്തകമാണ് ഇത് കൂടുതൽ ബേസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരെണ്ണമുണ്ട് ഹൈഡ്രജനും ഓക്സിജനും. ഹൈഡ്രജനും ഓക്സിജനും എന്നൊക്കെ പറയുന്നത് ഏത് ഭാഗത്താണ്? അയിരുകളും ധാതുക്കളും എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് കാര്യമായിട്ട് പറയുന്നത് ഹൈസ്കൂൾ ക്ലാസ്സുകളുടെ പുസ്തകത്തിലാണ്. അപ്പോൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് 5, 6, 7 ക്ലാസ്സുകളിലല്ല ഈ കാര്യത്തിൽ. ഇത് ഏത് ക്ലാസ്സിലെ പുസ്തകങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം? അത് ഹൈസ്കൂൾ പുസ്തകങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ അത് ഭൗതിക ശാസ്ത്രം, രസതന്ത്രം 5 മാർക്ക്, അങ്ങനെ സയൻസിലാകെ 20 മാർക്ക്. ഇനി വരുന്ന എന്താണ്? ലഘുഗണിതവും മാനസിക ശേഷി പരിശോധനയും. അതിലാകെ എത്ര ചോദ്യങ്ങളാണ്? 20 ചോദ്യങ്ങളാണ്. 10 എണ്ണം മെന്റൽ എബിലിറ്റിയുടെ ഭാഗത്ത്, 10 എണ്ണം മാത്സിന്റെ ഭാഗത്ത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം നിങ്ങൾ പ്രിലിംസ് പരീക്ഷയ്ക്ക് എങ്ങനെയുള്ളതാണ് കണ്ടത്, അതുപോലെ തന്നെ ആയിരിക്കും ആ ഭാഗത്തെ ചോദ്യങ്ങളും. ഇങ്ങനെയാണ് 100 മാർക്കിന് ഈ സിലബസ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് പഠിക്കാനുള്ള ഒരു രീതിയെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കാണും. വളരെ ലളിതമായിട്ട് നമുക്ക് പഠിച്ചു തീർക്കാം. ഇതിന് ഒരുപാട് സമയം വേണ്ട. 10, 30 ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് ഈ സിലബസ് പഠിച്ചു തീർക്കാം. അപ്പോൾ ഇതിൽ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം പഠിക്കുക. അതിന് മറ്റു ചില കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അത് 1 മാസം കഴിഞ്ഞ് പരീക്ഷയ്ക്ക് അടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു വീഡിയോ ചെയ്യാം. അതിനകത്ത് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഉൾക്കൊള്ളിക്കാം. അപ്പോൾ ഈ പരീക്ഷയുടെ സിലബസുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള സംഗതികൾ അതിൻ്റെതായ ക്രമത്തിൽ, ഓർഡറിൽ ഇതുവരെ ഈ ചാനലിൽ ചെയ്തിട്ടുള്ള വീഡിയോകൾ, ഏതാണ്ട് 70ഓളം വീഡിയോകൾ LGS പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോകളുണ്ട്. ആ വീഡിയോകളെല്ലാം ഞാൻ പ്ലേലിസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആസ്ഥ അക്കാഡമി എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിനകത്തോട്ട് വരാം, പ്ലേലിസ്റ്റിനകത്തോട്ട് വരാം. LGS 2021 എന്ന് നോക്കുക. അപ്പോൾ ആ ഭാഗത്ത് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. മാത്സ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കിട്ടും. അതുമാത്രമല്ല, നിങ്ങൾക്ക് അത്യാവശ്യം പഠിക്കേണ്ട PDF നോട്ട്സും പരീക്ഷയ്ക്ക് 1 ആഴ്ച 2 ആഴ്ച മുമ്പ് പഠിക്കേണ്ട കാര്യങ്ങളുമെല്ലാം PDF ആയിട്ട്, നോട്ട്സ് ആയിട്ട് തരാം. ഒരു കാര്യത്തിലും ആസ്ഥ അക്കാഡമി എന്ന് പറയുന്ന ഈ ചാനൽ ഈ വക കാര്യങ്ങൾക്കായിട്ട് ഒരു തരത്തിലും 1 രൂപ പോലും നിങ്ങളിന്ന് കൈപ്പറ്റൂല. എല്ലാ കാര്യങ്ങളും പ്രിന്റ് ചെയ്ത് തരാൻ, അതായത് PDF ആക്കി തരാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കും. അപ്പോൾ ധൈര്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. ഈ വീഡിയോ ഇത്രയും നേരം നിങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, നിങ്ങൾ പരീക്ഷ ജയിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ശേഷം ഞാനൊരു പരസ്യം പറയുന്നുണ്ട്. ആ പരസ്യം കണ്ടാൽ നിങ്ങൾക്ക് കുറച്ച് ഗുണമുള്ള കാര്യങ്ങൾ ഉണ്ടാവും ഇത് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ തൽക്കാലം
തൽക്കാലം ഇത്രയും കാര്യങ്ങളാണ് വളരെ വേഗം നിങ്ങളുടെ മുമ്പിലോട്ട് അവതരിപ്പിക്കാനുള്ളത്. നന്നായിട്ട് പഠിക്കുക. ഈ പരീക്ഷ ജയിക്കാനുള്ള പ്രാപ്തിയും ശേഷിയും ഒക്കെ ദൈവം വാരിക്കോരി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ദൈവാനുഗ്രഹം നിങ്ങൾക്ക് വേണ്ട വിധത്തിലുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.